എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന റിസൾട്ടാണ് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് എന്നാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ഇപ്പോഴും കമൻ്റായിട്ട് തന്നെ ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിക്കാൻ പോകുന്നത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഈ ആഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിക്കുമോ എന്ന്. അതിന് ആ ഒരു ചോദ്യം ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ആ വിദ്യാർത്ഥി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, സാർ പറഞ്ഞില്ലേ 16-ാം തീയതി വ്യാഴാഴ്ച വാല്യുവേഷൻ കഴിഞ്ഞു, അപ്പോൾ വെള്ളിയാഴ്ച, അപ്പോൾ ഇനി ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച എന്ന് പറയുമ്പം ഈ വരാൻ പോകുന്ന ആഴ്ചയാണ് ആ വിദ്യാർത്ഥി ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമോ, അതുപോലെ തന്നെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നത് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമർഹിക്കുന്ന വാർത്തയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം. അതിന് കാരണമായിട്ട് വിദ്യാർത്ഥികൾ പറഞ്ഞ ഒറ്റ കാര്യം തന്നെയാണ്, വാല്യുവേഷൻ കഴിഞ്ഞില്ലേ എന്ന്. അപ്പോൾ ഈ ആഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ വസ്തുത നോക്കുമ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം. അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്, വാല്യുവേഷൻ ഉൾപ്പെടെ എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മാർക്ക് വിവരങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ആ മാർക്കും കൂടെ അപ്ലോഡ് ചെയ്യാൻ ഏതാണ്ട് 2-3 ദിവസത്തെ മിനിമം 2 or 3 ഡേയ്സാണ് ടൈം എടുക്കുക. അതായത് വിദ്യാർത്ഥികളുടെ മാർക്ക് വിവരങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് നൽകുന്ന പ്രോസസ്സാണ് ഇനി നടക്കുന്നത്. അപ്പോൾ അതിന് ഏതാണ്ട് 2-3 ദിവസം ആണ് എടുക്കുക. അതിനുശേഷം റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ആഴ്ച പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം. പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ഞാനിപ്പോഴും പറയുന്നു, ഈ മാസം അവസാനത്തോടെ മാത്രം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തോടെ തന്നെ വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചാൽ മതിയാവും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എടുക്കുകയാണെങ്കിൽ. കാരണം നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഒരു മാസം കൊണ്ട് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ നടത്തുകയും ഏതാണ്ട് ഒരു മാസത്തിൽ തന്നെ നടത്തിയ 3 ഓഡ് സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതായത് നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ എന്ത് ചെയ്തു, നവംബർ ഡിസംബർ മാസത്തിൽ 1, 3, 5 സെമസ്റ്ററുകൾ പരീക്ഷകൾ നടത്തി. അതുപോലെ തന്നെ ഡിസംബർ 30-ാം തീയതി 1-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. ഇനി ഈ മാസം അവസാനത്തോടു കൂടി 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ 3 റിസൾട്ടുകളും പുറത്തുവിട്ട യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവും. അതിൻ്റെ അംഗീകാരം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് ഒരു മാസം കൊണ്ട് 3 റിസൾട്ടുകൾ പുറത്തുവിട്ട യൂണിവേഴ്സിറ്റി എന്ന അംഗീകാരം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പല വിദ്യാർത്ഥികളും സംശയമായിരിക്കും, എങ്ങനെയാണ് FIUGPയുടെ ഫസ്റ്റ് സെം എക്സാം ഡിസംബർ 30-നാണ് പുറത്തുവിട്ടത്, ജനുവരിയിലല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് 3 റിസൾട്ട് എന്ന് പുറത്തുവിടുന്ന വിദ്യാർത്ഥികൾ വിചാരിക്കുക. ഞാൻ ഒരു മാസം എന്ന് ഉദ്ദേശിച്ചത് ഡിസംബർ 30 മുതൽ ജനുവരി 30 വരെയാണ്. ഡിസംബർ 30 കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 30 ദിവസത്തിനുള്ളിൽ 3 റിസൾട്ടും പുറത്തുവിട്ടു എന്നൊരു യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത മാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ റിസൾട്ട് പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 3-ാം സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷൻ ഉൾപ്പെടെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയായി. ഇനി ടാബുലേഷൻ വർക്കുകളാണ് നടക്കുന്നത്. അത് 2-3 ദിവസത്തിനകം ടാബുലേഷൻ വർക്കുകളും പൂർത്തിയാകും. അതിനുശേഷം യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള വളരെയധികം
സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടിട്ടുണ്ട്. ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ CUCSS തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ 2024, 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ്. CUCSS തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ 2024, 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും അങ്ങനത്തെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുക. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഈ മാസം അവസാനത്തോടെ പ്രതീക്ഷിക്കാം. ഈ ആഴ്ച വരുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യം ഞാൻ ഇപ്പോഴും പറയുന്നു. വരികയും ചെയ്യാം, വരാതിരിക്കുകയും ചെയ്യാം. വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ലാസ്റ്റ് വിദ്യാർത്ഥികളത് കുറ്റപ്പെടുത്തും. പിന്നെ ഞാൻ വിദ്യാർത്ഥികളത് വഞ്ചിക്കുന്നതിനും പറ്റിക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വരുമോ ഇല്ലയോ എന്നുള്ളത് യൂണിവേഴ്സിറ്റി തന്നെ കൺഫർമേഷനായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, the founder of Career4Track, the career guidance. Thanks for watching. Bye.